ഹലോ ഫ്രണ്ട്സ്, 2-3 ദിവസമായി ഇവിടെ തോരാത്ത മഴയാണ്. അപ്പോൾ ഞാൻ കരുതി മഴക്കാല പരിചരണത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇടാമെന്ന്. നമ്മുടെ കയ്യിലുള്ള കുറച്ച് മാത്രം വെള്ളം ആവശ്യമുള്ള ചെടികളെല്ലാം ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇവിടെ സ്റ്റെപ്പിന് അടുത്തായി ഞാൻ ആദ്യം ഒരു പൂവുള്ള ചെടിയും രണ്ടാമത് മറ്റൊരു ഇലച്ചെടിയും വയ്ക്കുന്നു. അഡീനിയമാണ് ഇനി ഇവിടെ നിൽക്കുന്നത്. ചെറിയ അഡീനിയം തൈകളാണ്. ഇതിന് വെള്ളം ആവശ്യമില്ല. അതിൻ്റെ അടുത്തായി ബട്ടർഫ്ലൈ പ്ലാന്റും പിന്നെ സ്നേക്ക് പ്ലാന്റും ഓർക്കിഡുമൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായി ചൈനീസ് ബാൾസവും വെച്ചിട്ടുണ്ട്. ചൈനീസ് ബാൾസത്തിന് അധികം വെള്ളം ആവശ്യമില്ല. അത് കൂടുതൽ വെള്ളം വീണാൽ അഴുകിപ്പോകും. അതുകൊണ്ട് തന്നെ ചൈനീസ് ബാൾസവും എപ്പോഴും ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുവാൻ ശ്രമിക്കുക. ഇനി അതിൻ്റെ അടുത്തായി ഗ്രൗണ്ട് ഓർക്കിഡും പിന്നെ ഞാൻ റീപോട്ട് ചെയ്ത ചെടികളുമൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ അടുത്തായി വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ് ഒരു 7-8 കളർ എൻ്റെ കയ്യിലുണ്ട്. അത് വെയിലായിരുന്നപ്പോൾ ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റിയതാണ്. ഇപ്പോൾ അതിൽ മൊട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തായി ഞാൻ CC പ്ലാന്റും വെച്ചിട്ടുണ്ട്. CC പ്ലാന്റിന് അധികം വെള്ളം ആവശ്യമില്ല. അതിൻ്റെ ചുവട് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി സ്റ്റെപ്പിൻ്റെ മറു സൈഡിലായി ഞാൻ ഒരു അഡീനിയവും ഒരു ഇലച്ചെടിയും മരമുല്ലയും പിന്നെ നാടൻ അഡീനിയവും ബ്രൈഡൽ ബൊക്കയും ജറബറയും ഇലച്ചെടികളുമൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മഞ്ഞ നിറത്തിലുള്ള ഒരു ചെടി നന്നായി പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഷെയ്ഡിലാണ് നിൽക്കുന്നത്. ചൈനീസ് ബാൾസം, അഡീനിയം, CC പ്ലാന്റ് അതുപോലെയുള്ള ചെടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനായി നമ്മൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ചെടിയുടെ അടുത്ത് പോയി അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. എല്ലാ ചെടികളിൽ നിന്നും ഒരു തൈയും കൂടി ഉണ്ടാക്കി വെച്ചിരുന്നാൽ ആ ചെടി നമ്മളുടെ കയ്യിൽ നിന്നും നഷ്ടമാകാതെ നമുക്ക് എപ്പോഴും അത് സംരക്ഷിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓരോ ചെടിയും നമ്മൾ ഒരു തൈയും കൂടിയെങ്കിലും നട്ട് വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ കുറച്ച് മാത്രം വെള്ളം ആവശ്യമുള്ള ഏതൊക്കെ ചെടികളാണ് ഉള്ളതെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി ഇടുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ കൂടെ എന്നെയും കൂടി കൂട്ടുക.